ടോക്കിയോ ഗോൾ എന്ന ആനിമി സീരീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് നിൽക്കുന്നത് അതിന്റെ സീസൺ 2 ഫോർത്ത് എപ്പിസോഡിലാണ്. ഇപ്പൊ ബേസിക്കലി എനിക്ക് റീച്ച് നല്ല കുറവാണ്. സോ ടോക്കിയോ ഗോൾ കുറച്ച് പേർക്കൊക്കെ മടുത്തു എന്നുള്ള രീതിയിലൊക്കെ കമന്റ് കണ്ടു. സോ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു ആനിമയും കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും താഴെ വന്നിട്ട് കമന്റ് ചെയ്യാവുന്നതാണ്. സോ ഇതുവരെയുള്ള എപ്പിസോഡുകൾ കാണാതെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ കിടപ്പുണ്ട്, അത് കയറി കണ്ടിട്ട് വരിക. ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് താഴെ കിടപ്പുണ്ട്, പറ്റുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ഫോളോ ചെയ്യുക. കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് ഈ വീഡിയോ പുതിയ ആൾക്കാരിലേക്ക് എത്തുക. ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമന്റ്സ് ആണ് എന്റെ മോട്ടിവേഷൻ. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ആ മെയിൻ ആയിട്ടുള്ള ചീഫ് ഇല്ലായിരുന്നു, ആ പുള്ളിക്കാരനാണ് കാണിക്കുന്നത്. അവര് നിങ്ങളെ പിന്നെയും ഫ്രണ്ട് ലൈനിലേക്ക് അയക്കാൻ തീരുമാനിച്ചല്ലേ? തീരുമാനിച്ചു. പക്ഷെ അത് നല്ല കാര്യമാണെന്ന് തോന്നുന്നു എനിക്ക്. ഓളും ഔഗിരിയും അവർ രണ്ടുപേരെ ഞാൻ ഇല്ലാതാക്കും. അതിനിപ്പോ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് അവരെ ഇല്ലാതാക്കും. എനിക്ക് വേറൊരു ആഗ്രഹം കൂടി ഉണ്ട്, നീ എന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ആവണം. ഞാനോ? ഞാനായിക്കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്ത് നിങ്ങൾ കണ്ടല്ലേ? കഴിഞ്ഞ മിഷൻ മൊത്തം നശിപ്പിച്ച ഞാനല്ലേ? ആ ഒരു മിഷനിൽ, ആ ഒരു സാഹചര്യത്തിൽ നിന്നെ പോലെ വേറെ ആർക്കും അത് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ ടീമിൽ ചേരാൻ സന്തോഷം മാത്രമേ ഉള്ളൂ. നമുക്ക് കിട്ടാവുന്ന എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് കളക്ട് ചെയ്യണം. ഓളിനെ പറ്റിയിട്ട് നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അവനോട് സംസാരിക്കാൻ ഒരാളെ അയച്ചിട്ടുണ്ട്. അവന്റെ കൂടെ പാസ്റ്റ് ഉള്ള ഒരു ഇൻവെസ്റ്റിഗേറ്ററും പോയിട്ടുണ്ട്, കോറ്ററോ ആമോൻ അല്ലേ? അതിനുശേഷം മറ്റേ ആ ഒരു പ്രിസൺ ആണ് കാണിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു പ്രിസൺ ആണ്. ഈ ഗോൾസിനെ എല്ലാം അടച്ചു വെക്കുന്ന ഒരു പ്രിസൺ ആണ്. ഇവിടെ എസ് റാങ്ക്, ഡബിൾ എസ് റാങ്ക് ഗോൾസ് വരെ ഇതിനകത്തുണ്ട്. ഇപ്പൊ ആ ഒരു സ്ഥലത്തേക്ക് അക്കീരയും നമ്മുടെ ആമോനും കൂടെ പോയിരിക്കുകയാണ്. ഒരു ഗോളിനെ കണ്ട് അവന്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു സ്ഥലത്തേക്ക് ഇവർ രണ്ടുപേരും കൂടെ പോയിരിക്കുന്നത്. പക്ഷെ ആമോൻ സാധാരണ ഉള്ളതുപോലെ ആയിരുന്നില്ല. അവൻ ഭയങ്കര സീരിയസ് ആയിട്ടായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത്. അവിടുന്ന് ആ ഷോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ മമ്മി ചുറ്റിയ പോലത്തെ ആ ഒരു ഗോളിനെയാണ് കാണിക്കുന്നത്. ആ ഗോൾ ഇപ്പൊ ബേസിക്കലി നിൽക്കുന്നത് ആ ഒരു പ്രിസണിന്റെ മുമ്പിലാണ്. ആ ഒരു പ്രിസൺ നശിപ്പിക്കാൻ പോവാണ് എന്ന രീതിയിൽ കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. അവിടുന്ന് ആ ഷോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആമോന്റെ പാസ്റ്റ് ആണ് കാണിക്കുന്നത്. അവനൊരു കതക് തുറന്ന് ഒരു സ്ഥലത്തേക്ക് കയറി വരുമ്പോൾ അവൻ കാണുന്നത് അവിടെ നിന്ന് ഒരു മനുഷ്യൻ കത്തി കൊണ്ട് വേറൊരു മനുഷ്യനെ കൊല്ലുന്ന രീതിക്കുള്ള ഒരു സംഭവമാണ്. കോത്തറോ, നിന്നോട് ആരകത്തേക്ക് വരാൻ പറഞ്ഞേ? അത് കാസുക്കി അല്ലേ അച്ഛാ? അവൻ പോയിന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ട് ആ പുള്ളി അവിടെ വിട്ട് ഇറങ്ങി പോകുന്ന രീതി കാണിക്കുന്നുണ്ട്. എന്തിനാ നിങ്ങൾ എന്നെ വെറുതെ വിടുന്നത് എന്തിനാ? ഇപ്പൊ ആമോനാണെങ്കിൽ ആ പ്രിസണിൽ കാണാൻ വന്നിരിക്കുന്നതും ഇതേ പുള്ളിനെ തന്നെയാണ്. ഓ, ഇതാര്? കോത്തറോയോ? ഇവന്റെ പേര് ഡൊണറ്റോ പൊഴപ്പോറ എന്നാണ്. ഇവനൊരു ഡബിൾ എസ് റാങ്ക് ഗോളാണ്. അതുപോലെ ഒരു ഇൻവെസ്റ്റിഗേറ്റേഴ്സിനൊക്കെ കൊല്ലാൻ കഴിവുള്ള, അല്ലെങ്കിൽ അത്രയും കെൽപ്പുള്ള ഒരു ഗോളാണ്. ഇവൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓഫണേജ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓഫണേജിൽ വെച്ചിട്ടാണ് ആമോനും ഇവനും തമ്മിൽ ഒരു പാസ്റ്റ് ഉള്ളത്. കുറെ നാളായല്ലോ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മോനെ? എന്നെ അങ്ങനെ വിളിച്ചു പോരുത്, നിങ്ങൾ എന്റെ അച്ഛനല്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ മാഡോവിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാഡോ മരിച്ചു എന്നുള്ള രീതിയിൽ അവന് മനസ്സിലായിട്ട് അവൻ ചിരിക്കുന്ന രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ആഗിരിനെ പറ്റി അറിയാവോ അതെല്ലാം എന്നോട് പറയും. എനിക്കൊന്നും അറിയില്ല. ഓളിനെ പറ്റിട്ടോ എനിക്കൊന്നും അറിയില്ല. അങ്ങനെ നമ്മുടെ ആമോൻ ചോദിക്കുന്ന എല്ലാത്തിനോടും അവൻ ഒന്നും അറിയില്ല എന്നായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം തന്നെ നമ്മുടെ ആഗിരി ആണെങ്കിൽ ആ ഒരു പ്രിസൺ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവര് അറ്റാക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ആ ഒരു സ്ഥലത്തുള്ള, അല്ലെങ്കിൽ ആ ഒരു പ്രിസണിലുള്ള അലാം സിസ്റ്റം ഒക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. വരൂ സർ, നമ്മൾ അണ്ടർ അറ്റാക്കിലാണ്, ഓഗിരി ഇവിടെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഷിനോഹാരനെയും സുസുയേനുമാണ് കാണിക്കുന്നത്. ഇതേ സമയം തന്നെ ആ പ്രിസണിലുള്ള CCG ഓഫീസേഴ്സ് ആണെങ്കിൽ അവരുടെ റേഡിയോ മുഖേന നമ്മുടെ ഷിനോഹാര സാറിന്റെ ഒക്കെ അടുത്ത് ഈ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. അവര് അറ്റാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം, ഔഗിരിയാണ് അവർ അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം അവനെ അറിയിക്കുന്നുണ്ട്. അതിനുശേഷം ആ പ്രിസൺ ആണ് കാണിക്കുന്നത്. ആ പ്രിസൺ ആണെങ്കിൽ ഇപ്പൊ ഏകദേശം നമ്മുടെ ഔഗിരി മെമ്പേഴ്സിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ അവിടെ നല്ലൊരു വാർ പോലെ തന്നെ നടക്കാൻ പോവാണ്. അവിടെ കുറെ CCG ഓഫീസേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ കുറെ ഗോൾസ് അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഗോൾസ് എല്ലാം കൂടെ അവിടെയുള്ള CCG ഓഫീസേഴ്സിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുവാണ്. അവിടെയുള്ള CCG ഓഫീസേഴ്സ് ആണെങ്കിൽ അവരുടെ കയ്യിലുള്ള ഗണ്ണ് യൂസ് ചെയ്തിട്ട് അവിടേക്ക് വരുന്ന ആ ഗോൾസിനെ എല്ലാം വെടിവെച്ചിടാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ വരുന്ന ഗോൾസ് അത്ര വീക്ക് ആയിട്ടുള്ള ഗോൾസ് ഒന്നും അല്ല, അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഗോൾസ് ഒക്കെ തന്നെയാണ്. അവരുടെ കാഗനെയൊക്കെ യൂസ് ചെയ്തിട്ട് അവിടെയുള്ള ആ പോലീസുകാരെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് അവിടെ ഒരു അടി ഇങ്ങനെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അവിടേക്ക് നമ്മുടെ ഓഗിരിയിലുള്ള പവർഫുൾ ആയിട്ടുള്ള എല്ലാ ഗോൾസും തന്നെ എത്തിയിട്ടുണ്ട്. അവിടെയുള്ള ആ ഒരു ജയിൽ ഓപ്പറേറ്ററിനെ കൊന്നിട്ട് അവിടെ പൂട്ടി വെച്ചിരിക്കുന്ന പ്രിസണിലുള്ള ഒരുപാട് ഗോൾസിനെയും ഇവർ ഇറക്കി വിടുന്നുണ്ട്. ബേസിക്കലി ഇവർ ഈ ഗോൾസിനെല്ലാം റിലീസ് ചെയ്യുന്നത് വഴി ഈ ഗോൾസ് എല്ലാം കൂടെ CCG ഓഫീസേഴ്സിനെ ആക്രമിക്കാൻ പോകും. ഇവരുടെ അംഗസംഖ്യ കൂടും. അങ്ങനെയാണ് ഇവരിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ അവിടേക്ക് നമ്മുടെ കാനകി എത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ നമ്മുടെ ആമോനും അക്കീരയും കൂടെ അവരുടെ ക്യൂൻകൊക്കെ സെറ്റ് ആക്കിയിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവിടുന്ന് ഇവര് നമ്മുടെ കാനകിനെ കാണുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ള സോൾജേഴ്സ് ആണെങ്കിലും വെറുതെ ഇരിക്കുന്നില്ല. ഇവരെ കാണുന്ന ഗോൾസിനെ എല്ലാം തന്നെ അവർ
ഷൂട്ട് ചെയ്തിടാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുവാണ്. പക്ഷെ കാനകിയൊക്കെ അത്യാവശ്യം നല്ല പവർഫുൾ ആയതുകൊണ്ട് തന്നെ കാനകി നേരെ അവരുടെ നേരെ ചാടിയിട്ട് അവരെല്ലാം പെട്ടെന്ന് തന്നെ ഡിഫീറ്റ് ചെയ്യുന്ന രീതി കാണിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ പെട്ടെന്ന് അവിടെയുള്ള സോൾജേഴ്സ് നമ്മുടെ കാനകിയൊക്കെ നിൽക്കുന്ന ആ ഒരു ഫ്ലോറിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അപ്പം തന്നെ നമ്മുടെ കാനകി ഇറങ്ങിയിട്ട് അവന്റെ കാകിനെ യൂസ് ചെയ്തിട്ട് അത് സ്റ്റോപ്പ് ആവുന്നതിൽ നിന്ന് തടയുന്നുണ്ട്. എന്നിട്ട് ആ ഉണ്ടായ ഗ്യാപ്പ് കൂടെ നമ്മുടെ ടോക്കന്റെ ബ്രദർ അകത്തേക്ക് കയറിയിട്ട് അവിടെ അറ്റാക്ക് ചെയ്യുന്ന രീതി കാണിക്കുന്നുണ്ട്. അവൻ അവിടെ നിൽക്കുന്ന ഒരുപാട് സോൾജേഴ്സിനെ ഒറ്റയടിക്കാൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കാനകിയും അവനും കൂടെ ടീമപ്പ് ആയിട്ട് അവിടെയുള്ള സോൾജേഴ്സിനെ എല്ലാം തന്നെ ഡിഫീറ്റ് ചെയ്യുകയാണ്. അവിടെ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഗോൾസ് എല്ലാം തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഗോൾ ആണെങ്കിൽ ഭയങ്കര നിഷ്പ്രയാസം ആ ഒരു ഓഫീസറിന്റെ ക്യൂനിക്കൊക്കെ പൊട്ടിച്ച് അവൻ ഈസി ആയിട്ട് കൊന്നു കളയുന്നുണ്ട്. അവിടേക്ക് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ട്വിൻസ് ഇല്ലേ, 2 1-8 ഗോൾസ്, ആ 2 1-8 ഗോൾസും വരുന്ന രീതി കാണിക്കുന്നുണ്ട്. അവനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഇതേ സമയം തന്നെ നമ്മുടെ ആമോനും അതുപോലെ അക്കീരയും രണ്ടുപേരുടെയും ക്യൂനിക്കൊക്കെ സെറ്റ് ആക്കിയിട്ട് ഫൈറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ വരികയാണ്. അങ്ങനെ നമ്മുടെ ആമോൻ ആയിക്കോട്ടെ അക്കീര ആയിക്കോട്ടെ രണ്ടുപേരും അവിടെയുള്ള ഗോൾസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. പക്ഷേ ഇവർ ഫേസ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ളത് ഓഗിരി മെമ്പേഴ്സ് മാത്രമല്ല, ആ പ്രിസണിൽ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാരും ഓഗിരിയുമായിട്ട് ടീമപ്പ് ആയിട്ട് ഇവരെ തന്നെയാണ് ഫൈറ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആമോനും അക്കീരയും രണ്ടുപേരും അവരവരെ തന്നെ ഡിഫെൻസ് ചെയ്തിട്ട് അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങോട്ടേക്ക് ഈ മറ്റേ ആ ഗോൾ വരുന്നുണ്ട്, ആ എസ് റാങ്ക് ഗോള്, മറ്റേ എമോറിനെ കാണണമെന്നും പറഞ്ഞു കരഞ്ഞുകൊണ്ടിരുന്ന പുള്ളിയില്ലേ, ആ പുള്ളി. നെക്സ്റ്റ് ഷോട്ടിൽ നമ്മുടെ കാനകീനാണ് കാണിക്കുന്നത്. കാനകി ഇപ്പോൾ ഇവൻ അവിടെ വന്നിരിക്കുന്ന ആ ഒരു മിഷൻ തീർക്കാൻ വേണ്ടി ആ ഒരു പുള്ളിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്രസിഡന്റ് അടുത്തേക്ക് പോകുന്നത്. വരൂ പോകാം, ഞാൻ നിങ്ങളെ രക്ഷിക്കാനാണ് വന്നത്. ഞാൻ നിന്നെ ഒട്ടും വിശ്വസിക്കുന്നില്ല, നിനക്ക് റീസയുടെ മണമാണ് എന്നും പറഞ്ഞ് ആ ഗോളാണെങ്കിൽ നമ്മുടെ കാനകിനെ ചവിട്ടി തെറിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഷോട്ടിൽ നമ്മുടെ സുസുയാനെയാണ് കാണിക്കുന്നത്. സുസുയാണെങ്കിൽ പ്രാന്തം പിടിച്ച് അവന് കിട്ടിയ പുതിയ ക്യൂൻകെ എടുത്ത് കാണുന്ന എല്ലാ ഗോൾസിനെയും വെട്ടി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയമാണ് അങ്ങോട്ടേക്ക് മറ്റേ 2 ഗോൾസ് വരുന്നത്, ആ ട്വിൻസ് ഇല്ലേ അവര് വരുന്നത്. ആ സമയത്ത് നമ്മുടെ സുസുയാണെങ്കിൽ അവരെ എല്ലാവരെയും വെട്ടിക്കൂട്ടി കൊന്നിട്ട് ആ ഒരു ക്യൂൻകെയും പിടിച്ച് ഇരിക്കുന്നുണ്ട് അവിടെ. ഈ സുസുയേനെ കാണുന്ന മറ്റേ 2 ഗോൾസ് ആണെങ്കിൽ അവരുടെ മാസ്ക് കഴിച്ചിട്ട് നീ എന്താ ഇവിടെ ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട്. ഓ നിങ്ങളായിരുന്നോ, ഞാനിപ്പോ 2nd ക്ലാസ് ഇൻവെസ്റ്റിഗേറ്റർ ആണ്. അതിനുശേഷം അടുത്ത ഷോട്ടിൽ നമ്മുടെ അക്കിരനെയാണ് കാണിക്കുന്നത്. അക്കിര ആണെങ്കിൽ ഇപ്പൊ ആ എസ് റേറ്റഡ് ഗോളിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അക്കിര മാത്രമല്ല അവിടെ ആമോനും ഉണ്ട്, ആമോനും നല്ല ഫൈറ്റിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈറ്റ് ചെയ്ത് അവസാനം അവന്റെ കാകനെ എടുത്തിട്ട് അവളുടെ കഴുത്തിന് നേരെ ചൂണ്ടുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അപ്പൊ തന്നെ അവളാണെങ്കിൽ അവളുടെ ക്യൂൻകെന്റെ മറുഭാഗം യൂസ് ചെയ്തിട്ട് അവനെ അറ്റാക്ക് ചെയ്ത് അവന്റെ പള്ളയിലേക്ക് ഒരു ഓട്ട ഇടുവാണ്. അതിനുശേഷം അവൾ അവിടേക്ക് ഒരു ഗ്യാസ് റിലീസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഗ്യാസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്യാസിന്റെ അടുത്തുള്ള എല്ലാ ഗോൾസിന്റെയും കാകനെ തന്നെ ഡിസബിളായി പോകും. അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള ഗോൾസിനെ പിന്നെയും അവൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ ചെങ്ങായാണെങ്കിൽ എനിക്ക് വേദനിക്കുന്നു എന്നും പറഞ്ഞിട്ട് വെഗിളി വിളിച്ച് അവിടെ അടുത്തേക്ക് ചെന്നിട്ട് അവളാണെങ്കിൽ കുറെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതെല്ലാം അവനിട്ട് കൊള്ളുന്നുണ്ട്. എന്നാലും അവൻ മുമ്പിലേക്ക് പോയി അവളെ തൊഴിച്ചിടുന്നുണ്ട്. അതിനുശേഷം അവനാണെങ്കിൽ അവളുടെ കാലെ കയറി പിടിച്ചതിന് ശേഷം അവളുടെ കാല് കടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഭാഗം അവൻ തിന്നുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ആമോൻ വന്നിട്ട് അവനെ അടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ആമോൻ അവൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പോലെ അവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിലും അവിടത്തേക്ക് വേറെ കുറെ ഗോൾസ് വന്നിട്ട് അവരുടെ ചുറ്റും കുറെ ഗോൾസ് ആവുകയാണ്. അവിടുന്ന് ആ ഷോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാനകിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ കാനകിയാണെങ്കിൽ അവന്റെ കോട്ടൊക്കെ ഊരിയിട്ട് മറ്റവനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആവുന്നുണ്ട്. പക്ഷെ മറ്റവനാണെങ്കിൽ അത്യാവശ്യം നല്ല പവർഫുൾ ആണ്. അവൻ ഭയങ്കര സ്പീഡാണ്. അവന് കാനകിക്ക് ശരിക്കും അവനെ കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സ്പീഡിലൊക്കെയാണ് അവൻ പോകുന്നത്. കാനകി അവനെ ഒരുപാട് ഹിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനെല്ലാം ഡോജ് ചെയ്യുകയും ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരുടെയും ബ്രൂട്ടൽ ഫോഴ്സ് മാറിയിട്ട് അവർ രണ്ടുപേരും അവരുടെ രണ്ടുപേരുടെയും കാകനെ യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവാണ്. ആദ്യം കാനകിയാണ് അവന്റെ കാകനെ യൂസ് ചെയ്ത് തുടങ്ങുന്നത്. അതിനുശേഷം അവനും കലി കയറിയിട്ട് അവനും അവന്റെ കാകനെ യൂസ് ചെയ്തിട്ട് രണ്ടുപേരും അവരവരുടെ കാകനെ യൂസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിനൊടുവിൽ അവനാണെങ്കിൽ ഭയങ്കര സ്പീഡിൽ വന്നിട്ട് നമ്മുടെ കാനകിന്റെ പള്ളക്ക് നല്ലൊരു പഞ്ച് കൊടുക്കുന്നുണ്ട്. അവിടുന്ന് ആ ഷോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആമോനെയും അക്കിരേനെയാണ് കാണിക്കുന്നത്. അവിടെ വന്നിരിക്കുന്ന ഗോൾസിനെ എല്ലാം നമ്മുടെ ആമോൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആമോൻ നിങ്ങൾ പൊക്കോളൂ, എന്നെ കൊണ്ട് ഫൈറ്റ് ചെയ്യാനാവില്ല, നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം ഇവിടെ വേസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരർത്ഥവും ഇല്ല. എന്ത് കാരണം വന്നാലും ഒരിക്കലും വിട്ടുകൊടുക്കരുത്. അതാണ് നിന്റെ അച്ഛൻ മാഡം എന്നെ പഠിപ്പിച്ചത്. എന്റെ ഷോൾഡറിൽ പിടിച്ചോ, നമുക്ക് ഒരുമിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാം. ആ വാക്കുകളിൽ അവള് മോട്ടിവേറ്റ് ആയിട്ട് അവള് എഴുന്നേക്കുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. അവിടുന്ന് ആ ഷോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ ടോക്കന്റെ ബ്രദറിനെയാണ് കാണിക്കുന്നത്. അവൻ നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് നമ്മുടെ ഷിനോഹാര വരുന്നുണ്ട്. അപ്പൊ ടോക്കന്റെ ബ്രദർ ആണെങ്കിൽ അവനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അവന്റെ മുമ്പിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുസുകിയെയും ആ 2 1-8 ഗോൾസിനെയുമാണ്. ഞങ്ങൾ രണ്ടുപേരും ഹ്യൂമാനിറ്റി വിട്ട് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഗോൾസ് ആയി മാറി കഴിഞ്ഞു. ഓ നല്ല തന്നെ
തന്നെ അതാണ് നിങ്ങളെ ഹാപ്പി ആക്കി വെക്കുമെങ്കിൽ നിങ്ങളത് അങ്ങനെ ചെയ്തോ. പക്ഷെ എനിക്ക് ചെറുപ്പം മുതലുള്ള ഒരു സംശയം, നമ്മൾ ഈ ട്വിൻസില് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ മറ്റേ ആള് മരിക്കുവോ? ഇത് കേൾക്കുന്ന അവരാണെങ്കിൽ അവരുടെ കാകനൊക്കെ പുറത്തിട്ടിട്ട് റെഡിയായി നിൽക്കുവാണ്. ഞാനൊരു ഇൻവെസ്റ്റിഗേറ്ററും നിങ്ങൾ ഗോൾസും, ഇവിടെ എന്താ നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാലോ. അവിടുന്ന് ആ ഷോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമ്മുടെ ടോക്കന്റെ ബ്രദറും ഷിനോഹാരയും തമ്മിലുള്ള ഫൈറ്റ് ആണ് കാണിക്കുന്നത്. അവര് തമ്മിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഒരു ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ അവര് തമ്മിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ടോക്കന്റെ ബ്രദറിന് ഭയങ്കര പരിചയമുള്ള എന്തോ ഒരു ഫീലിംഗ് വരുവാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ഷിനോഹാര ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. ഓ, നീ ഞാൻ വിചാരിച്ചതിലധികം സ്ട്രോങ്ങർ ആണ്, അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ എന്റെ ആർട്ട് യൂസ് ചെയ്യണമെന്നാണ്. ബോഡി മൊത്തത്തിൽ കവറായിട്ട് ഒരു സ്യൂട്ട് പോലെ വരുന്ന നമ്മള് വൺ നൈറ്റ് കിങ്ങിനോട് ഫൈറ്റ് ചെയ്തപ്പോൾ അവൻ യൂസ് ചെയ്ത ആ ഒരു സാധനമാണ് ഈ ആർട്ട. അപ്പൊ തന്നെ ടോക്കന്റെ ബ്രദറിന് എന്തോന്ന് സ്ട്രൈക്ക് ആവാണ്. ഇത്രയും വർഷങ്ങള് നിങ്ങൾക്ക് എന്താണ് പറ്റിയെന്ന് അറിയാതെ ഞാനിരുന്നു, ഇത് ഞാൻ നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു. അവിടുന്ന് ആ ഷോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമ്മുടെ കാനകിനാണ് കാണിക്കുന്നത്. കാനകിയാണെങ്കിൽ എത്ര അടി കിട്ടിയിട്ടും പിന്നെയും പിന്നെ എഴുന്നേറ്റ് അവന്റെ നേരെ പോയിക്കൊണ്ടേയിരിക്കുവാണ്. പക്ഷെ അവനാണെങ്കിൽ എല്ലാം കൊണ്ടും കാനകിനെക്കാട്ടും ബെറ്റർ ആയിട്ട് കാനകിനെ ഭയങ്കരമായിട്ട് ഡാമേജ് ചെയ്യുവാണ്. എന്നിട്ട് അവനാണെങ്കിൽ അവന്റെ കാകനെ യൂസ് ചെയ്തിട്ട് കാനകിനെ അടിച്ച് തെറിപ്പിക്കുവാണ്. എന്നിട്ട് അവൻ പിന്നെയും കാനകി തെറിച്ച് വീണ് കിടക്കുന്നിടത്തേക്ക് പോവാൻ വേണ്ടി നടക്കുന്ന സമയത്ത് ആ മമ്മി ചുറ്റിയ ഗോളില്ലേ, ആ ഗോള് അവന്റെ മുമ്പിലേക്ക് വന്ന് ഇറങ്ങുവാണ്. ഹേയ് കാൻഷീഡോ, ട്രീസനെ കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നി? ആ ചങ്ങായാണെങ്കിൽ ഒരു മറുപടിയും ഇല്ലാണ്ട് നേരെ വടി പോലെ നിൽക്കുവാണ് അവിടെ. അവിടുന്ന് ആ ഷൂട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമ്മുടെ കാനകിനാണ് കാണിക്കുന്നത്. കാനകിക്ക് പിന്നെയും എന്തൊക്കെയോ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അവന്റെ കാകനെ പിന്നെയും എന്തൊക്കെയോ മാറി അവന്റെ കാകനെ വേറെന്തോ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തില് എന്തെല്ലാം നടക്കുന്നുണ്ടെങ്കിലും അതെല്ലാം നടക്കാൻ കാരണം ഒരാളുടെ കഴിവുകേടാണ്. ഞാൻ ഒരുപാട് വീക്കാണ്. റിയോക്കോനെ എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല, അതെന്റെ മാത്രം തെറ്റാണ്. ഞാൻ ശക്തനാവണം, അല്ലെങ്കിൽ എനിക്ക് എല്ലാവരെയും നഷ്ടപ്പെടും. എന്റെ ഫ്രണ്ട്സ്, അൺടേക്കു, ടോക്ക, ഹീഡെ, ഇവരെല്ലാവരും രക്ഷിക്കണമെങ്കിൽ ഞാൻ ശക്തനായേ പറ്റൂ. അങ്ങനെ അവൻ പറയുന്നതിന്റെ കൂടെ അവന്റെ അപ്പിയറൻസിനും അവന്റെ കാകനയ്ക്കും മാറ്റം വരുന്ന രീതിക്ക് കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കമന്റ് ചെയ്യാതിരിക്കരുതാരും. നിങ്ങളുടെ കമന്റ്സ് ആണ് എന്റെ മോട്ടിവേഷൻ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാതിരിക്കരുതാരും. വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വേറൊരു ആനിമി നിങ്ങൾക്ക് ഏതാണോ എക്സ്പ്ലനേഷൻ കേൾക്കാൻ താല്പര്യമുള്ളത് അത് ജസ്റ്റ് താഴത്ത് വന്നൊന്ന് കമന്റ് ചെയ്യുക. സോ നെക്സ്റ്റ് എപ്പിസോഡ് ആയിട്ട് കാണാം. ബൈ.